ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയൻ ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഹോങ്കോങ് ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്ക് ക്ലോസിംഗ് ആണ്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകളൊരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ആമസോൺ ആഫ്റ്റർ അവേഴ്സിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ആമസോൺ ആന്ത്രോപ്പിക്കിൽ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയാണ്. ഓൾറെഡി $8 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം $5 ബില്യൺ കൂടി ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. ടോട്ടൽ അവർ $25 ബില്യൺ വരെ ആന്ത്രോപ്പിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ആമസോണെ സംബന്ധിച്ച് ആന്ത്രോപ്പിക്കിൻ്റെ IPOയിൽ കൂടെ നല്ലൊരു ഗെയിനാണ് ആമസോണിന് ലഭിക്കാൻ പോകുന്നത്. ആമസോൺ അടുത്ത ദിവസങ്ങളിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം മറ്റ് സ്റ്റോക്കുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാർഡ്വെയർ സ്റ്റോക്കുകളായിട്ടുള്ള സീഗേറ്റ് ടെക്നോളജിസ്റ്റ്, വെസ്റ്റേൺ ഡിജിറ്റൽ കോർപ്പറേഷൻ, ഈ രണ്ട് സ്റ്റോക്കുകൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന കമ്പനികളാണ് ഈ രണ്ട് കമ്പനികളും. മൈക്രോൺ, സാൻഡിസ്ക്, AMD ഈ കമ്പനികൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇന്ന് മോർണിംഗിൽ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് കോസ്പി പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സൗത്ത് കൊറിയയിലെ SK ഹൈനിക്സ് ഫ്ലാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ സ്റ്റോക്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം സാംസങ് ഇലക്ട്രോണിക്സും റെക്കോർഡ് ഹൈനടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4,810 പെർ ഔൺസ് ആണ്. ഇന്നലെ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ കണ്ടിരുന്നു. ഒപ്പം ഇന്നലെ വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ബാങ്കുകളുടെ ഡാറ്റയെ സംബന്ധിച്ചുള്ള ഇൻഡിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം റഷ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. 2026 ഇതുവരെ റഷ്യൻ സെൻട്രൽ ബാങ്ക് വിറ്റിട്ടുള്ളത് 21.77 ടൺസ് ആണ്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റഷ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ സെല്ലിംഗ് ക്വാണ്ടിറ്റി കൂടിയിരിക്കുകയാണ് ഈ വർഷം. തീർച്ചയായിട്ടും മറ്റ് സെൻട്രൽ ബാങ്കുകളുടെ ഡാറ്റ പുറത്തു വന്നതിന് ശേഷമാണ് നമുക്ക് മാർച്ച് മാസത്തെ സെൻട്രൽ ബാങ്കുകളുടെ ഡാറ്റയെ സംബന്ധിച്ച് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. ഇനി മറ്റ് കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 93.06 രൂപ പെർ ഡോളർ ആയിരുന്നു. ഇന്നും അത്തരത്തിലുള്ളൊരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ്. Q4 റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വന്ന് നോക്കുകയാണെങ്കിൽ ഈ 2E നെറ്റ്വർക്ക്, വാരി, ഇൻഡോസോളാർ ഈ രണ്ട് കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. Q4 റിസൾട്ടുകളും അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേദാന്തയുടെ ഡീമർജറിനുള്ള റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. May 1 റെക്കോർഡ് ഡേറ്റ്. എക്സിസ്റ്റിംഗ് വേദാന്ത 5 കമ്പനികളായിട്ട് മാറുകയാണ്. 1:1 ആണ് ഡീമർജർ റേഷ്യോ വരുന്നത്. അതായത് 100 വേദാന്ത ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ അഡീഷണൽ ആയിട്ട് വരുന്ന 4 കമ്പനികളിലും 100 ഷെയർ വെച്ചിട്ട് ലഭിക്കുകയാണ്. വേദാന്ത അലുമിനിയം, വേദാന്ത പവർ, വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ്, വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ, ഇങ്ങനെ 4 കമ്പനികളായിട്ടാണ് പുതിയ അഡീഷൻ വരുന്നത്. അതായത് ടോട്ടൽ 5 കമ്പനികൾ ഉണ്ടാവും ഈ ഡിമർജറിന് ശേഷം. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലോങ് റണ്ണിൽ അതാത് സെഗ്മെൻറ്റിൻ്റെ വാല്യൂ, ട്രൂ വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യും ഈ ഡിമർജറിന് ശേഷം. ഓൾറെഡി ഇത്തരത്തിലുള്ള ന്യൂസിൻ്റെ ഇമ്പാക്റ്റൊക്കെ ഈ സ്റ്റോക്ക് പ്രൈസിൽ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഓവറോൾ ഡീമർജറിൻ്റെ വാല്യൂ ക്രിയേഷൻ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഫർദർ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഡീമർജറിന് ശേഷം വേദാന്ത അലുമിനിയത്തിൻ്റെ വാല്യുവേഷനൊക്കെ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇനി മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ററാക്ട് ബിൽഡിംഗ് പ്രൊഡക്ട്സ് $80 കോടി ഓർഡർ കൂടി ഇന്നലെ ബാഗ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നത്തെ ദിവസം $60 കോടി ഓർഡർ ബാഗ് ചെയ്തിരുന്നു. ഇന്ന്
ധാരാളം Q4 റിസൾട്ടുകളുണ്ട്. നെസ്ലെ ഉണ്ട്, അതുപോലെ തന്നെ HCL ടെക് ഉണ്ട്, 361 ഉണ്ട്, ട്രിൽ ഉണ്ട്, പവറിക് ഉണ്ട്, ടാറ്റ എലക്സി ഉണ്ട്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. ഈ കമ്പനികളാണ് ഇന്ന് Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളും അനൗൺസ് ചെയ്യുന്നത്. TVS മോട്ടോഴ്സ് ഹ്യുണ്ടായി മോട്ടോർ കോർപ്പറേഷനായിട്ടൊരു ജോയിൻറ്റ് ഡെവലപ്മെൻറ്റ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് 3 വീലേഴ്സ് വേരിയസ് കാറ്റഗറി 3 വീലേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് TVS മോട്ടോഴ്സിൻ്റെ ബ്രാൻഡിലാണോ അതോ ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ ബ്രാൻഡിലാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ ജിൻഡാൽ സ്റ്റെയിൻലെസ് റീറ്റെയിൽ രംഗത്തേക്കും കൂടി എൻട്രി ചെയ്തിരിക്കുകയാണ്. പുതിയ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ റീബാർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജിൻഡാൽ ഇൻഫിനിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും ഇന്നത്തെ മാർക്കറ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യാവുന്ന ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്ന ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസും Q4 റിസൾട്ടുകളാണ്. ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഫ്ലോസ് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലൊരു പോസിറ്റീവ് ബയാസ് ആണ്. അറ്റ് എവരി ഫാളിലൊക്കെ ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓവറോൾ സെൻറ്റിമെൻറ്റ് സ്ലൈറ്റ്ലി ബുള്ളിഷാണ്. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സെറ്റിലാവുകയാണെങ്കിൽ അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അടുത്ത ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.